മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 21-ാമത്തെ അധ്യായത്തിന്റെ 29 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത് അത്തിവൃക്ഷത്തിൽ നിന്ന് പഠിക്കുവിൻ. അത് വേനൽക്കാലം വരുമ്പോൾ തളിർക്കുന്നു. അത്തിവൃക്ഷം വേനൽക്കാലത്ത് തളിർക്കുകയാണ്. പ്രതികൂലങ്ങളുടെ നടുവിൽ തളർന്നു പോകാതെ വളർന്നു നിൽക്കുക എന്നുള്ളതാണ് ദൈവകൃപയെ സ്വീകരിക്കുന്നവരുടെ അടയാളം. ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ഓരോരുത്തരും ദൈവകൃപ സ്വീകരിക്കുന്നവരായിട്ട് മാറണം. ജീവിതത്തിന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ വളരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് എന്താ? പ്രതികൂലങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ നമുക്കുണ്ടാകാം, സഹനങ്ങളുണ്ടാകാം, കഷ്ടപ്പാടുകളുണ്ടാകാം, വേദനകളുണ്ടാകാം, ഇല്ലായ്മകളുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളിലും കഷ്ടപ്പാടുകളിലും തളർന്നു പോകാതെ ഈ സഹനങ്ങളിൽ നിന്ന് ഉയരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പ്രതികൂലത്തിന്റെ നടുവിൽ തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാവാതെ പ്രതികൂലത്തിന്റെ നടുവിൽ വളർന്നു നിൽക്കുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മൾ ഈ നോമ്പ് കാലത്തിൽ അഭ്യസിക്കേണ്ടതും ഇതുതന്നെയാണ്. എന്തെല്ലാം സഹനങ്ങളും എന്തെല്ലാം പ്രതിബന്ധങ്ങളും എന്തെല്ലാം പ്രതികൂലങ്ങളും എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും ഈ പ്രതികൂലങ്ങളുടെയും ഈ സഹനങ്ങളുടെയും നിമിഷങ്ങളിൽ ഞാൻ തളരില്ല, ഇതിൽ നിന്ന് ഞാൻ വളരും എന്നുള്ള ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കണം. അങ്ങനെ പ്രതികൂലങ്ങളിൽ തളരാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തെ നോക്കി ജീവിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തോട് അടുത്ത് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാനായിട്ട് പിശാച് പല വിധത്തിൽ പ്രവർത്തിക്കും. അത് സുഖലോലുപതയിലൂടെയോ മദ്യാസക്തിയിലൂടെയോ ലഹരിയുടെ ഉപയോഗങ്ങളിലൂടെയോ മറ്റ് തിന്മയുടെ വഴികളിലൂടെയോ നമ്മളെ കൊണ്ടുപോയി പ്രതികൂലങ്ങളിൽ നമ്മുടെ മനസ്സ് ദുർബലമാകുന്നതിന് വേണ്ടി പിശാച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ഉപയോഗം കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ആരംഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഭയത്തോട് നമ്മൾ സമൂഹത്തെ നോക്കിക്കാണുന്ന ഒരു കാലഘട്ടം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കളെ പുറത്തേക്കൊന്നും വിടാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. കാരണം അത്രമാത്രം ലഹരിയും മദ്യവും മയക്കുമരുന്നും നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിൽ നിന്നൊക്കെ നമ്മുടെ മക്കള് നമ്മൾ ഓരോരുത്തരും വിടുതൽ പ്രാപിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങണം. ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കാനായിട്ട് നമ്മൾ തുടങ്ങണം. ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവന്റെ മനസ്സ് ദുർബലമാകില്ല. അവന്റെ മനസ്സ് പ്രതികൂലങ്ങളുടെ നടുവിലും വളർന്നുകൊണ്ടിരിക്കും. അവൻ തളരില്ല, തകരില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാം. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാം. കൂടുതൽ പ്രാർത്ഥനയിൽ നമുക്കായിരിക്കാം. കരങ്ങളെ യാചനയോടെ പിടിച്ച് ഈ ദിവസത്തെയും ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയുടെ മുമ്പിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ ജീവിത വഴികളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഈ ദിവസത്തിൽ ഇങ്ങ് ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. കർത്താവെ, ഇവരെ കൈവിടല്ലേ. ഇവരുടെ എല്ലാ വേദനകളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് സഹായിക്കണമേ. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും സുഖലോലുപതയുടെയും ലഹരിയുടേതുമായിട്ടുള്ള സർവ്വ തിന്മകളും ബന്ധനങ്ങളും നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. പാപാസക്തികൾ നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. എല്ലാ കെട്ടുകളും നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ദുഷ്ടത നിർവീര്യമാകട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.